ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വ്യൂസ്. നമ്മൾ സാധാരണ നമ്മുടെ ഫോണിൽ മറ്റാരെങ്കിലും എവിടെയെങ്കിലും ഇരുന്നിട്ട് ലോഗിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനുള്ള മാർഗ്ഗങ്ങൾ ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ഫോണിൽ നമ്മുടെ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും നമ്മുടെ വാട്സപ്പ് ആണെങ്കിലും മറ്റാരെങ്കിലും എവിടെയെങ്കിലും ഇരുന്നിട്ട് അവരുടെ ഫോണിൽ അല്ലെങ്കിൽ അവരുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിയാനുള്ള സാധ്യതകൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇതുപോലെ ആരെങ്കിലും നിങ്ങളുടെ ചാറ്റുകൾ കാര്യങ്ങളെല്ലാം നിങ്ങളിടുന്ന ഫോട്ടോസ് കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ആയിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും മറ്റേതെങ്കിലും ഒരു ഡിവൈസ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ജിമെയിൽ ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും ഇതിലെല്ലാം മറ്റാരെങ്കിലും നമ്മൾ അറിയാതെ ഒളിഞ്ഞു കയറി നമ്മുടെ കാര്യങ്ങളെല്ലാം രഹസ്യങ്ങളെല്ലാം അടിച്ചു മാറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇൻസ്റ്റാഗ്രാം കാണിച്ചു തരാം. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം അല്ലേ? ആ പ്രൊഫൈൽ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് 3 ലൈൻസ് കാണാം അല്ലേ? ഏറ്റവും മുകളിലായിട്ട് 3 ലൈനുകൾ കാണുന്നുണ്ട്. ആ ലൈൻസിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അക്കൗണ്ട് സെന്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അക്കൗണ്ട് സെന്റർ, യുവർ അക്കൗണ്ടിന്റെ താഴെയായിട്ട് അക്കൗണ്ട് സെന്റർ. ആ അക്കൗണ്ട് സെന്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇന്റർഫേസിലേക്ക് മാറുകയാണ്. ഇവിടേക്ക് നമുക്ക് അക്കൗണ്ട് സെന്ററിലേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി താഴേക്ക് വരാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതിന്റെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി. ഈ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷന്റെ കാര്യങ്ങൾ, 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പറയുന്നുണ്ട്. പാസ്വേഡ് സെക്യൂർ ചെയ്യാനുള്ളതാണ്. അവിടെ നമുക്ക് സെക്യൂരിറ്റി ചെക്സിൽ നമുക്ക് ഇവിടെ കാണാം വേർ യു ആർ ലോഗ്ഡ് ഇൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. വേർ യു ആർ ലോഗ്ഡ് ഇൻ എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടുകളൊക്കെ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റയിൽ നമുക്ക് 3 അക്കൗണ്ടുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്ന് അഭിലാഷ് ആപ്പിൾ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ 3 അക്കൗണ്ടുകൾ നമുക്കിവിടെ കാണുന്നുണ്ട്. ഇതിൽ മറ്റാരെങ്കിലും നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് കയറി ലോഗിൻ ചെയ്ത് നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഓരോ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് നോക്കാം. ഇവിടെ ഇത് എൻ്റെ നമ്പർ തന്നെയാണ്, എൻ്റെ ഫോൺ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് സേഫ് ആണ്. ഇത് നമുക്ക് മറ്റുള്ള അക്കൗണ്ടുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ ഒരു അക്കൗണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകളിൽ പല ഡിവൈസുകൾ കാണിക്കുന്നുണ്ട്. ഒന്ന് ഓപ്പോ കാണിക്കുന്നുണ്ട്, പിന്നെ ഐഫോൺ കാണിക്കുന്നുണ്ട്. പിന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അഗൈൻ ഓപ്പോ തന്നെയാണ് കാണിക്കുന്നത്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിൻഡോസ് PC കാണിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിൽ ഇത് ലോഗിൻ ചെയ്തായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതേപോലെ ഏതെങ്കിലും അക്കൗണ്ടിൽ നിങ്ങൾ അറിയാതെ ആരെങ്കിലും ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് വേഗം അത് ലോഗ് ഔട്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് സെക്യൂർ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന ഏത് ഡിവൈസ് ആണോ അതിൻ്റെ മേലെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പറയുന്നുണ്ട് ഇത് നിങ്ങളല്ല എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ലോഗിൻ ചെയ്ത് നിങ്ങളെല്ലാം തോന്നുകയാണെങ്കിൽ ഏറ്റവും താഴെയുള്ള ആ ലോഗ് ഔട്ട് ഓപ്ഷൻ കൊടുത്തിട്ട് ആ ഡിവൈസിന് ലോഗ് ഔട്ട് ചെയ്ത് ഇറങ്ങുകയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർഗം.